എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഗാർഹിക പച്ചക്കറിത്തോട്ടത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ഇന്നെല്ലാവർക്കും അറിയാം. കാരണം നല്ല പച്ചക്കറി, അതായത് വിഷമയമല്ലാത്ത പച്ചക്കറി കിട്ടാൻ എന്തു ത്യാഗവും സഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മലയാളികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പച്ചക്കറിത്തോട്ടം എന്നത് എല്ലാ വീട്ടമ്മയുടെയും സ്വപ്നമാണ്. ഇത്തരം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഹൈടെക് തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? അനുദിനം വളർന്നു വരുന്ന സാങ്കേതികതയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും പച്ചക്കറി തോട്ടത്തിൻ്റെ കാര്യത്തിൽ വീടുകളിൽ ഹൈടെക് തന്ത്രങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിന് ഏറ്റവും അനുയോജ്യയായ വ്യക്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്ററിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി സുശീലയാണ് നമ്മുടെ അതിഥി. സ്വാഗതം ചെയ്യാം മാഡത്തിന്. നമസ്കാരം മാഡം. ഈ ഹൈടെക് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഹൈടെക് കൃഷി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൈടെക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ആൾക്കാർ ഹൈടെക് കൃഷി എന്ന് പറയുമ്പോൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്, അതുകൂടാതെ പോളിഹൗസ് കൾട്ടിവേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഹൈടെക് കൾട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പൊതുവെ പറയുന്നത്. ഇപ്പം നമ്മൾ ബയോടെക്നോളജി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഈ വേർഡ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലയിലാണ്. ഇത് രണ്ട് സാങ്കേതിക പദങ്ങളാണ് മാഡം ഇപ്പോൾ ഉപയോഗിച്ചത്. നമ്മുടെ പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിൽ അത് കുറച്ചുകൂടി വിശദീകരിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളവും വളവും ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ, അതായത് ഒരു ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടാവും, പമ്പ് ഉണ്ടാവും, പൈപ്പ് ലൈൻ, അതിൽ ലാറ്ററൽ ലൈൻ കൊടുത്തിട്ട് ആ ലാറ്ററൽ ലൈനിൽ നമ്മൾ ഡ്രിപ്പേഴ്സ് ഫിറ്റ് ചെയ്തിട്ട് ഡ്രിപ്പറിലൂടെ നമുക്ക് വെള്ളം കൊടുക്കാം. അതല്ലെങ്കിൽ മൈക്രോ സ്പ്രിംഗ്ലറിലൂടെ കൊടുക്കാം, മിനി സ്പ്രിംഗ്ലറിലൂടെ കൊടുക്കാം, സ്പ്രിംഗ്ലറിലൂടെ കൊടുക്കാം. അങ്ങനെ പല വിധത്തിലുള്ള മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇറിഗേഷനും ഫെർട്ടിഗേഷനും കൂടി ചെയ്യാൻ കഴിയുന്ന, അതായത് വെള്ളത്തോടൊപ്പം വളം കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഭക്ഷണം നമുക്ക് മനുഷ്യനായാലും മൃഗമായാലും നമുക്ക് ഓരോ നേരങ്ങളിൽ ഭക്ഷണം കഴിക്കണം. അതുമായി തന്നെ ചെടികൾക്കായാലും നമ്മൾ എല്ലാ ദിവസവും അതിനാവശ്യമുള്ള വെള്ളവും വളവും കൊടുക്കുക എന്നുള്ളതാണ്. അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് വളം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ചെടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മളൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് വളം വലിച്ചെടുക്കാൻ പറ്റുന്നത് ഒരാഴ്ച കഴിഞ്ഞ്, അങ്ങനെ അതിൽ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ച് അതിനെ അയണിക് ഫോമിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വെള്ളത്തോടൊപ്പം വളം കൊടുക്കുമ്പോൾ അയണിക് ഫോമിലാണ് കിട്ടുന്നത്, പെട്ടെന്ന് തന്നെ ചെടി അത് വലിച്ചെടുക്കും. അപ്പോൾ വളരെ കൃത്യമായ അളവിൽ വെള്ളവും വളവും ഒരു ചെടിക്ക് വേണ്ടത് ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോവാതെ ഉപയോഗിക്കാൻ വിധത്തിലാണ് നമ്മൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പ്രിസൈസായിട്ട് കൊടുക്കുന്നു. പോളിഹൗസ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീട് പണിയുന്ന മാതിരി തന്നെ ചെടികൾക്കും വീട് പണിതിരിക്കുകയാണ്. അപ്പോൾ ആ വീടിനുള്ളിൽ പുറമേയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി വേറൊരു ക്ലൈമാറ്റിക് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. ചെടിക്ക് വളരെ അനുകൂലമായ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴയെ പേടിക്കേണ്ട, കാറ്റിനെ പേടിക്കേണ്ട, അതുമാതിരി തന്നെ വല്ലാത്ത സൂര്യരശ്മിയുടെ വല്ലാത്ത കൂടുതലുള്ള സമയത്ത്, അതുമാതിരി ലൈറ്റിൻ്റെ വല്ലാത്ത ഇൻറ്റൻസിറ്റി കൂടുതലുള്ള അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. കൂടാതെ UV റേസിൽ നിന്ന്, അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. കുറേ കൂടി ചെടിക്ക് അനുകൂലമായ ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മൾ കൊടുക്കുന്നു. കൂടാതെ നമ്മൾ ഡ്രിപ്പിലൂടെയാണ് വളവും വെള്ളവും കൃത്യമായി കൊടുക്കുന്നത്. അപ്പോൾ ചെടിക്ക് വളരെ നല്ല ഒരു സ്ട്രെസ്സില്ല. എന്താ വെച്ചാൽ ക്ലൈമാറ്റിക് കണ്ടീഷനിലുള്ള സ്ട്രെസ്സില്ല, വെള്ളം അതുമാതിരി വളം ആ സ്ട്രെസ്സുകളില്ല. അതുമാതിരി തന്നെ ഫുൾ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെടിക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. നമുക്കറിയാം ഏതൊരു ജീവിയായാലും ആദ്യം നമ്മൾ നോക്കുക സ്വന്തം പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്തിന് വെള്ളവും വളവും കിട്ടുമ്പോൾ ചെടിക്ക് അറിയാം എനിക്ക് ഈ പെർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു അഷുറൻസ് വന്നു കഴിഞ്ഞാൽ ചെടി പ്രൊഡക്ഷൻ സൈഡിലോട്ട് കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യും. അതല്ലാതെ ചെടിക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ നമ്മൾ പല സമയങ്ങളിലായിട്ട് കൊടുത്താൽ ചെടി സ്വന്തം എക്സിസ്റ്റൻസ് നോക്കിയിട്ട് മാത്രമേ പ്രൊഡക്ഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ വളരെ അഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷനിലേക്ക് കൂടുതൽ വരികയും പിന്നെ
കൂടാതെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ലീഫിൻ്റെ പ്രൂണിങ്ങും അതുമാതിരി തന്നെ ചെടി പ്രൂണിങ്ങും ഉണ്ട്. അപ്പോൾ അതുമാതിരി ഫ്ലവറും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെടിക്ക് യോജിക്കുന്ന രീതിയിൽ, അതായത് അതിൻ്റെ ചെടിയുടെ സ്വഭാവത്തിനും അതായത് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ് ആസ്പെക്ട്സ് കൂടി ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. പിന്നെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റംസ് ഉണ്ട്, ട്രെല്ലി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രീതിയിലാണ് ചെടികളെ ഇതിൽ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ 3 മുതൽ 10 ഇരട്ടി വരെ കൂട്ടാം എന്നുള്ളതാണ്. പോളി ഹൗസ് കൾട്ടിവേഷനിൽ പുറത്ത് കൃഷി ചെയ്യുന്നതിനേക്കാൾ 3 മുതൽ 10 ഇരട്ടി വരെ പ്രൊഡക്ഷൻ കൂട്ടാം എന്നാണ് പറയുക സാധാരണ. നമ്മൾ ഇതുവരെ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ എന്ന് വെക്കുക, 10 വർഷം തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതെടുത്തതിന് ശേഷം സംസാരിക്കാം. സ്വാഗതം, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഗുഡ് ഈവനിങ് മേഡം. സംസാരിച്ചോളൂ. ഇത് നല്ല പ്രോഗ്രാം ഉണ്ട് മേഡം, നിങ്ങൾക്ക് എല്ലാവരും സന്തോഷമായി. താങ്ക് യു. ഇത് ഹൈടെക് കൃഷി പറഞ്ഞാൽ ഞാൻ ഇവിടെ കർണാടകക്കാരൻ കർഷകൻ മേഡം. ഇത് ടെറസിലെ പിന്നെ വീട്ടിന്റെ അപ്പുറം ഏത് കൃഷി പിന്നെ ആയാൽ പിന്നെ ശരിയാവും മേഡം? വീട് ഒന്നുകൂടെ ചോദിക്കാമോ? വീട്ടിന്റെ അപ്പുറം ചത്തില് പിന്നെ ടെറസില്ലേ, വീട്ടിന്റെ അപ്പുറം മേഡം, വീട്ടിന്റെ അപ്പുറം. ക്ലിയർ ആയില്ല മേഡം. ഇവിടെ വീട്ടില് മുമ്പിൽ ഫ്ലാറ്റ് ഉണ്ടല്ലോ മേഡം, വീട്ടിന്റെ കൃഷിയില് കൈത്തോട്ടത്തില് ഏത് കൃഷി ഏത് പച്ചക്കറി പിന്നെ ഇത് സെലക്ട് ചെയ്യണം ഇവിടെ? ടെറസിൽ ഏതൊക്കെ പച്ചക്കറികൾ തിരഞ്ഞെടുക്കണം എന്നാണ് ചോദ്യം. ഹൈടെക് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ടെറസിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ചെടികൾ എന്തൊക്കെയാണ്? ടെറസിന്റെ മുകളിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ മിക്കവാറും പച്ചക്കറി ഇനത്തിൽ മിക്കവാറും വിളകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. തക്കാളി, വഴുതന, ചീര, പടവലം, പാവല്, അതുമാതിരി തന്നെ വെണ്ട, ഏത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പോളി ഹൗസിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു ഹൈടെക് അടുക്കളത്തോട്ടമാണെങ്കിലും നമുക്ക് ഈ എല്ലാ ക്രോപ്പുകളും ചെയ്യാം. സാധാരണ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ പോളി ഹൗസ് കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള ക്രോപ്പേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഈ നമ്മളൊരു ഹൈടെക് അടുക്കളത്തോട്ടം അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ ആ ഒരു പരിമിതി വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ ക്രോസ് പോളിനേറ്റഡ് ആയിട്ടുള്ള ചെടിയിലുണ്ടാവുന്ന ഫ്ലവർ പെൺപൂക്കൾ വളരെ കുറവായിരിക്കും. ഒരു 5-10 ചെടികൾ മാത്രമേ ഇങ്ങനെ പെൺപൂക്കൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ആൺപൂവിനെ പൊട്ടിച്ച്, അതാത് ചെടികളുടെ ആൺപൂവിനെ പൊട്ടിച്ച് പെൺപൂവിനെ ഒന്ന് ടച്ച് ചെയ്യേ വേണ്ടൂ. അതായത് 7:30ക്കും ഒരു 9 മണിക്കും ഇടയ്ക്ക് അത് ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നമുക്ക് പോളി ഹൗസിൻ്റെ ഉള്ളിൽ ടെറസിൻ്റെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നമുക്ക് പച്ചക്കറി ഇനങ്ങൾ ചെയ്യാം. ഇപ്പോൾ വാഴ, തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചൊരു റെസ്ട്രിക്ഷൻ വരുന്നത്. പച്ചക്കറി സാധാരണയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വിളിച്ചതിന് വളരെ നന്ദി മാഡം. നമ്മുടെ ഈ ഹൈടെക് കൃഷി രീതി ഉപയോഗിക്കുമ്പോൾ സ്ഥലപരിമിതി ഇതിനെ ബാധിക്കുമോ? എങ്ങനെ അതിനൊരു ഇത്ര സ്ഥലം വേണം എന്ന നിബന്ധനയുണ്ടോ? അല്ല, നമ്മളിപ്പോൾ വീട്ടിലാവശ്യത്തിന് വേണ്ടി പച്ചക്കറി ചെയ്യുകയാണെങ്കിൽ ഏത് പോളി ഹൗസ് കൾട്ടിവേഷൻ വരുമ്പോൾ നമ്മൾ ചെറിയ 1 യൂണിറ്റ് സ്ഥലത്ത് 1 യൂണിറ്റ് വെള്ളം ഉപയോഗിച്ച് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹൈടെക് അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വിഭാവനം ചെയ്യുന്നത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഈ സ്ഥലം കുറവായതുകൊണ്ട് ഈവൺ ഒരു 4 സെൻറ്റ് വീടുള്ള ഒരാളാണെങ്കിലും അയാളുടെ ടെറസിൻ്റെ മുകളിൽ ഒരു 10 സ്ക്വയർ മീറ്റർ, അതായത് 1/4 സെൻറ്റ് അല്ലെങ്കിൽ ഒരു 1/2 സെൻറ്റ് അത്രയും അയാൾക്ക് ചിലവാക്കാൻ കഴിയുമെങ്കിൽ, ഒരു സ്പെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്കവാറും പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ നമ്മളിപ്പോൾ ഈ ഹൈടെക് അടുക്കളത്തോട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മൾട്ടി ടയർ ഗ്രോ ബാഗ് ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടി ടയർ ഗ്രോ ബാഗിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പൈപ്പ്, ഒരു 4 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു പൈപ്പ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും വീഡ് മാറ്റ് കൊണ്ട്, അപ്പോൾ നമ്മൾ പല വിധത്തിലും നോക്കിയായിരുന്നു, പക്ഷെ അതിൽ വീഡ് മാറ്റ് കൊണ്ട് ഒരു മൾട്ടി ടയർ ഗ്രോ ബാഗ് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് പ്ലാന്റ്സ് നല്ല രീതിയിൽ വളരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ കുറേ കൂടി നല്ല ഒരു ചെടിക്ക് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്, വേരിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 ഭാഗം ചകിരിച്ചോറാണെങ്കിൽ 1 ഭാഗം വെർമി കമ്പോസ്റ്റ്, അങ്ങനെ ഒരു മിക്സാണ് ഇതിലെടുക്കുന്നത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ 30 സെൻറ്റിമീറ്റർ
മണ്ണിനടിയിലേക്ക് പോകുന്നു, അവിടെ പ്ലഗ് ചെയ്യുന്നു. അതിനുശേഷം ഈ പൈപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഈ നമ്മൾ കമ്പോസ്റ്റ് ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ മുകളിലോട്ട് പൈപ്പ് നിൽക്കും. അപ്പോൾ ഈ പൈപ്പിൽ നമ്മൾ ഒരു സ്പൈറൽ ഷേപ്പിൽ ഓരോ തുളകൾ ഇങ്ങനെ 20 സെൻറ്റിമീറ്റർ ഇൻ്റർവെല്ലിൽ ചെറിയ തുളകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുകളിൽ കുറച്ച് വലുത്, താഴേക്ക് എത്തുന്തോറും ചെറുതായിട്ട് അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് കിട്ടും. കൂടാതെ നമുക്ക് ചെറിയൊരു സ്പ്രെയർ, ഒരു 150 രൂപയൊക്കെ വരുന്ന ഒരു സ്പ്രെയർ ഉണ്ട്. അതിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ ആക്കിയിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് ഇലകളിലും ചെടിയുടെ വേരിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൈപ്പ് തന്നെ, പൈപ്പിൽ നമ്മൾ ഈ ഹോളിട്ട് കൊടുക്കുന്നിടത്ത് നമ്മൾ തിരിയിട്ട് കൊടുക്കുന്നു. ഈ തിരിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ സാവകാശമായി ചെടിക്ക് കിട്ടും. അപ്പം അഥവാ 2 ദിവസം വീട്ടിലില്ലെങ്കിലും അതുകൊണ്ട് അത് നോക്കിക്കോളും. അത് തന്നെ ടേക്കൺ കെയർ ഓഫ് ചെയ്യും. പിന്നെ വേറൊരു വിധത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 8 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പ് ആണ് സെൻറ്ററിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ വീട്ടിലെ വേസ്റ്റ്, അതുമാതിരി തന്നെ ചെടികളുടെ ഇലകളുടെ വേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് മണ്ണിര കൂടി ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു കമ്പോസ്റ്റായിട്ട് മാറ്റാനും പറ്റും. മാത്രമല്ല അടിയിൽ നമുക്കിതിൻ്റെ വെർമി വാഷ് കളക്ട് ചെയ്തിട്ട് അത് ചെടികളെ വളമായിട്ട് ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നനയ്ക്കാനായിട്ട് മുകളിൽ ഈ മൾട്ടി ടയർ ഗ്രോ ബാഗിൻ്റെ മുകളിൽ നമുക്ക് ഡ്രിപ്പ് ലൈൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ ഡ്രിപ്പ് ലൈനിന് 4 or 5 ഡ്രിപ്പേഴ്സ് ഇട്ട് കൊടുത്ത് വളരെ ഡിസ്ചാർജ് കപ്പാസിറ്റി കുറവുള്ളത് ഒരു 0.6 ലിറ്റർ പെർ അവർ അങ്ങനെ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ ഹലോ, സ്വാഗതം. ഹലോ, സംസാരിച്ചോളൂ മാഡത്തിനോട്. മാഡം. ഹലോ, പറയൂ. ഞാൻ എൻ്റെ അക്ബർ കാഞ്ഞിരപ്പള്ളിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എനിക്ക് പച്ചക്കൃഷി ചെയ്യുന്നുണ്ടേ. എന്ത് കൃഷിയാ? പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പൊ നല്ല വളം ഏതാണ് കൊടുക്കേണ്ടത്? പുകയില കഷായം കൊടുത്തു കഴിഞ്ഞാല് പുകയില കഷായം വളമല്ലല്ലോ, വിഷമാണല്ലോ. അപ്പം നല്ല വളം ഏതാണ്? എനിക്കൊരു വളം നമുക്ക് വെർമി കമ്പോസ്റ്റ് യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ കീടനാശിനിയും കീടനാശിനിയാണോ ചോദിക്കുന്നത്? വളമാണോ കീടനാശിനിയാണോ ചോദിക്കണേ? കീടനാശിനിയാണ് ചോദിക്കുന്നത്. പുകയില കഷായം അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ നാനോ പ്രോഡക്ട്സുകൾ അവൈലബിൾ ഉണ്ട്. ടാഗ് ഫോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഫിഷ് അമിനോ ആസിഡ്, അല്ലെങ്കിൽ പശുമൂത്രത്തിൽ കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി. അതല്ലെങ്കിൽ നമുക്ക് ഈ ഏറ്റവും വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് കേട്ടില്ലേ? വേപ്പിൻ കുരു ചതച്ചിട്ട് അതിൻ്റെ നീര് നമുക്ക് ചെയ്യാം. പിന്നെ വേപ്പെണ്ണ എമൽഷൻ യൂട്ടിലൈസ് ചെയ്യാം. നാറ്റപ്പൂച്ചെടിയുടെ ഇത് എമൽഷൻ യൂസ് ചെയ്യാം. അങ്ങനെ അതൊക്കെ നമ്മൾ ജൈവപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെ, ഇതെല്ലാം ജൈവ രീതിയിൽ ചെയ്യുന്നതാണ്. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന. അതെ, ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാം. പിന്നെ കൂടാതെ നമ്മൾ എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാല് ജീവാണുക്കളുടെ വളം മാതിരിയുള്ളത് കേട്ടിട്ടുണ്ടോ? അതുമാതിരി തന്നെ ജീവാണുക്കളെ ഉപയോഗിച്ചിട്ട് നമുക്ക് അസുഖങ്ങൾ ഇതാക്കാം. അതായത് സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, ബിവേറിയ, വെട്ടിസീലിയം, അങ്ങനെയുള്ള കുറേ പ്രിപ്പറേഷൻസും ഉണ്ട്. അതും നമുക്ക് ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണാസ് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഒരു 10 മുതൽ 20 ഗ്രാം പെർ ലിറ്റർ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് അസുഖം വരാതിരിക്കാനായിട്ടും നമുക്ക് സ്പ്രേ ചെയ്യാം. അതുമാതിരി തന്നെ പശുമൂത്രത്തിൽ കാന്താരി മുളകും വെളുത്തുള്ളിയും ആക്കിയിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതും ചെടിക്ക് വളരാനും നല്ലതാണ്. അതുമാതിരി തന്നെ അതിന് ഒരു അസുഖങ്ങൾ, കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനും നല്ലതാണ്. അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. വിളിച്ചതിന് വളരെ നന്ദി മാഡം. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഞാനൊരു പ്രധാന ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ കേട്ടിടത്തോളം ഈ ഹൈടെക് കൃഷി രീതി എന്ന് പറയുന്നത് എളുപ്പത്തിന് ആർക്കെങ്കിലും പോയി ചെയ്യാൻ പറ്റുന്നില്ല, നല്ല പരിശീലനം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ പരിശീലനത്തിന് നമ്മൾ ഗാർഹിക പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെയാണ് സമീപിക്കേണ്ടത്? എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ ഫാമിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അത് പോളി ഹൗസ് ഫാമിങ്ങിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് 3 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
പിന്നെ അടുക്കളത്തോട്ടത്തിനായിട്ട് നമ്മൾ ഒരു ദിവസത്തെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതുകൂടാതെ എക്വാപോണിക്സ്, അതുപോലെ തന്നെ പല ആളുകൾ സ്ഥിരം നമ്മുടെ അവിടെ വന്ന് കാണുകയും അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ട്രെയിനിങ് വിശദമായി ശരിക്കും പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പോളി ഹൗസ് ഫാമിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഏകദേശം ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു തോട്ടം ഉണ്ടാക്കുന്നതിന് നമുക്ക് എത്ര ചെലവ് പ്രതീക്ഷിക്കാം? ഹൈടെക് അടുക്കളത്തോട്ടമാണ്. ഹൈടെക് അടുക്കളത്തോട്ടത്തിന് ഇപ്പോൾ ഒരു 10 സ്ക്വയർ മീറ്റർ ഒക്കെ ആണെങ്കിൽ ഒരു 40,000 ഒക്കെ ചിലവ് വരും. അതുമാതിരി ഒരു 20 സ്ക്വയർ മീറ്ററിന് ഒരു 50,000 ആ ഒരു റേഞ്ചിൽ ഏകദേശം വരുന്നുണ്ട്. ഈ 40,000 അല്ലെങ്കിൽ 50,000 മുടക്കി നമ്മൾ ഈ ഹൈടെക് രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു ഫലം നമുക്ക് ഒരു വർഷം ഉടനീളം നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അതെ, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് പല സ്റ്റേജിലായിട്ട് നമ്മൾ സീഡ്ലിങ്സ് ഉണ്ടാക്കുകയും നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ തരുന്ന രീതിയിൽ നമ്മൾ പല സ്റ്റേജിലുള്ള വിധത്തിൽ ചെടികൾ നടുകയും വേണം. അപ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് മഴയെ പേടിക്കേണ്ടാത്തതുകൊണ്ട് തന്നെ 365 ദിവസവും നമുക്ക് പച്ചക്കറി കിട്ടുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ അതിന് ശരിയായ പരിചരണ മുറകൾ അനുസരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ രോഗം വരാതിരിക്കാനുള്ള ചില സ്പ്രേകളും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ മാതിരി അതുമാതിരി തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ക്രോപ്പ് കഴിയുമ്പോൾ അതിനെ ആ ഒരു മിക്സിനെ കുറച്ചൊന്ന് നല്ല രീതിയിൽ അതിനൊന്ന് ട്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. മാത്രമല്ല പുറത്തേക്കാൾ വളർച്ച നല്ല കൂടുതലാണ്, വളരെ ഫാസ്റ്റായിട്ട് വളരുന്നതായിട്ടാണ് കാണുന്നത്. പുറത്തേക്കാൾ ഒരു 2.5-2.25 ഡിഗ്രി ടെമ്പറേച്ചർ ഇതിൻ്റെ ഉള്ളിൽ കുറയുന്ന രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, സ്ട്രക്ചറിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പോളി ഹൗസ് കൾട്ടിവേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ട്രക്ചർ പണിയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ രൂപകൽപ്പന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം ഒരു 50% വർക്ക് ചെയ്യുന്നത് സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചർ ശരിയായിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന എല്ലാ ക്രോപ്പുകളും മോശമാവും. അതേസമയം നമ്മൾ ഒരു വളം കൊടുക്കുന്നത് ശരിയായിട്ടില്ല എന്ന് വെച്ചാൽ അപ്പോഴേ ആ ഒരു ക്രോപ്പിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ട്രക്ചറിൻ്റെ ഡിസൈൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു നല്ല ട്രെയിനിങ്ങും പിന്നെ വിദഗ്ധ ഉപദേശവും കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ പരീക്ഷിക്കാവുന്ന ഒരു കൃഷിരീതി തന്നെയാണ് ഇത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച്, ഹൈടെക് കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിഥിയുടെ വിലാസം പറയാം. ഡോക്ടർ പി സുശീല, അസോസിയേറ്റ് പ്രൊഫസർ, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ. ഫോൺ നമ്പർ 9961533547. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9961533547. എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, അതിഥിക്ക് പ്രത്യേകം നന്ദി. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। एफसीआईएल के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, एचएफसीएल की बरौनी इकाई और बीवीएफसीएल की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിങ്കിന്റെ അംശം കൂടിയ നെല്ലിനം വികസിപ്പിച്ചു. അർക്കസ് സഹാൻ സീതപ്പഴത്തിന്റെ മികച്ച ഇനം. ഹൈദരാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൈസ് റിസർച്ച് സിങ്കിന്റെ അംശം കൂടിയ DRR ധൻ 45 എന്ന നെല്ലിനം വികസിപ്പിച്ചു. സിങ്കിന്റെ അംശം അധികരിച്ച ആദ്യ നെല്ലിനമാണിത്. 1 ഹെക്ടറിൽ നിന്ന് 5 ടൺ നെല്ല് വിളയുന്നതാണ് ഈ ഇനം. നെല്ലിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷിയും ഇതിനുണ്ട്. ഭക്ഷണത്തിൽ സിങ്കിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പോഷക ന്യൂനത പരിഹരിക്കാൻ പുതിയ ഇനം സഹായകരമാകുമെന്ന് ICAR വെളിപ്പെടുത്തി.
കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ മെയ് മാസം 24 മുതൽ 26 വരെ അലങ്കാര മത്സ്യകൃഷി എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഭക്ഷണം, താമസം എന്നിവയടക്കം 1000 രൂപയാണ് ഫീസ്. താൽപര്യമുള്ളവർ മെയ് 15 മുൻപായി ഫോൺ നമ്പർ സഹിതം പേര് രജിസ്റ്റർ ചെയ്യുക. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0496 2666041. തെങ്ങിൽ ബോറോണിന്റെ കുറവ് പരിഹരിക്കാൻ ഒരു തെങ്ങിന് 125 ഗ്രാം ബോറോക്സ് എന്ന തോതിൽ ഒരു മാസം ഇടവിട്ട് 2 തവണ ചുവട്ടിൽ ചേർക്കുന്നത് നല്ലതാണ്. കൂടാതെ ഓലച്ചീയൽ രോഗത്തിന് കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ സൈറ്റേൻ M45 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ പ്രതിരോധ നടപടിയായി ഇലകളിൽ തളിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കിസാൻ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക. ടോൾ ഫ്രീ നമ്പർ 1800 425 1661. സീതപ്പഴത്തിന്റെ മികച്ച ഇനമായ അർക്ക സഹാൻ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് വികസിപ്പിച്ചു. കേരളത്തിൽ ആനമുന്തിരി എന്ന പേരിലും ഈ ഫലം അറിയപ്പെടുന്നു. സൂക്ഷിപ്പ് കാലം കൂടുതലാണ് എന്നതാണ് അർക്ക സഹാന്റെ ഏറ്റവും വലിയ മേന്മ. ഗുണത്തിലും മെച്ചമായ ഈ സങ്കര ഇനത്തിൽ 87% കൂടുതൽ പ്രോട്ടീൻ, 42% അധികം കാൽഷ്യം എന്നിവ സാധാരണ സീതപ്പഴ ഇനങ്ങളെ അപേക്ഷിച്ച് ഇതിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ വരൾച്ചയെ താങ്ങാനുള്ള ശേഷിയും അർക്ക സഹാന് കൂടുതലാണ്. വലിയതുറ കോക്കനട്ട് നഴ്സറിയിൽ WCT, T×D, D×T, ഡ്വാർഫ് എന്നീ ഇനം തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2508222. കാട്ടാക്കട കൃഷിഭവൻ മുഖേന കർഷക രജിസ്ട്രേഷൻ പദ്ധതിയിൽ 2011-2012 വർഷം മുതൽ അംഗങ്ങളായുള്ള കർഷകർ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഫോട്ടോ, ആധാർ കാർഡ്, കരം തീർത്ത രസീത്, ബാങ്ക് പാസ്ബുക്ക്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം നാളെ തന്നെ ഹാജരാകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8600 രൂപ, കോഴിക്കോട് 9000 രൂപ, തൃശൂർ 8600 രൂപ. കൊപ്ര കൊച്ചി 5855 രൂപ, കോഴിക്കോട് 5750 രൂപ, തൃശൂർ 5905 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68500 രൂപ, ഗാർബിൾഡ് 71500 രൂപ. ചുക്ക മീഡിയം 16500 രൂപ, ബസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10400 രൂപ, ഈറോഡ് 10600 രൂപ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13800 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 8600 രൂപ, കൊപ്ര 5855 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 68500 രൂപ, ഗാർബിൾഡ് 71500 രൂപ. ചുക്ക മീഡിയം 16500 രൂപ, ബസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 18000-നും 19000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 190-നും 200-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 375-നും 400-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 550-നും 925-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 740 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 13700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13800 രൂപ, ഒട്ടുപാൽ 9700 രൂപ, ലാറ്റക്സ് 10700 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 37.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 39.1 29, കൊച്ചി 36.2 26.8, ആലപ്പുഴ 36 27, പുനലൂർ 37 23.8, തിരുവനന്തപുരം 35, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.